പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം തരത്തിലെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ഒരു ചെറിയ കവിത, ഹൈക്കു കവിതയാണ് പഠിച്ചത്. അതിനുശേഷം നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. കമ്പ്യൂട്ടർ തകരാർ കാരണം ക്ലാസ്സുകൾ തൽക്കാലത്തേക്ക് നിന്നുപോയി. എന്നാൽ വിക്ടേഴ്സ് ഓൺലൈൻ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അടുത്തത് നമ്മുടെ 1ാം പാഠം കവിത പുൽ ബനീധി മാം. നരേന്ദ്ര പുണ്ടരീക് എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ്റെ പുൽ ബനീധി മാം എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ എടുക്കുന്നത്. അതിലെ ആദ്യത്തെ ഖണ്ഡിക. ഹം ഭായിയോं के बीच पुल बनी थी माम, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. പുൽ ബനീധി മാം കവിത, നരേന്ദ്ര പുണ്ടരീക്. ഇപ്പോൾ പുൽ ബനീധി മാം എന്ന് പറയുന്ന കവിതയുടെ രചനാകാർ, ലേഖക് ശ്രീ നരേന്ദ്ര പുണ്ടരീക് ആണ്. ഹം ഭായിയോं के बीच पुल बनी थी माम, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ഹം എന്ന് പറയുന്നത് ഒരു സർവനാമമാണ്. നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഭായി, ഭായി എന്നുള്ളതിന് ഭായി സഹോദരൻ. ഭായി എന്നുള്ളതിൻ്റെ ഏകവചനവും ബഹുവചനവും ഭായി തന്നെയാണ്. ഭായിയാം എന്നില്ല. കെ ബീച്ച് ഇടയിൽ, പുൽ പാലം ബ്രിഡ്ജ്, ബനീധി ആയിരുന്നു, മാം അമ്മ, ദൗഡന ഓടുക ടു റൺ, ബേധടക് തടസ്സമില്ലാതെ, ബേ റോക്ക് ടോക്ക്, ബിനാ കിസി ബാധ കെ, ബാധ എന്ന് പറഞ്ഞാൽ തടസ്സം, ബിന ഇല്ലാതെ കൂടാതെ, കിസി ഏതെങ്കിലും, ഹരി ഹര എന്ന് പറഞ്ഞാൽ പച്ച, പച്ച നിറം ഗ്രീൻ കളർ, ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം റെഡ് കളർ, ബത്തി എന്ന് പറഞ്ഞാൽ വിളക്ക് ലൈറ്റ്, ലോഗ് ജനങ്ങൾ, ചുക് ചുക് ചക് ചക് തീവണ്ടിയുടെ ശബ്ദമാണ്. അപ്പോൾ ഹം ഭായിയോं के बीच നമ്മൾ സഹോദരന്മാർക്കിടയിൽ, പുൽ ബനീധി മാം അമ്മ ഒരു പാലമായിരുന്നു, ജിസ്മേം ആയേ ദിൻ അതിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ദൗഡ്തി രഹത്തി ദി ബേധടക്, ബേധടക് ദൗഡ്തി രഹത്തി ദി യാതൊരു തടസ്സവുമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു, ബിനാ കിസി ഹരി ലാൽ ബത്തി കെ, കിസി ഹരി ലാൽ ബത്തി കെ ബിന, കിസി നിയന്ത്രൺ കെ ബിന, ഹം ലോഗോं की ചുക് ചുക് ചക് ചക് ഞങ്ങളുടെ ജീവിതമാകുന്ന തീവണ്ടി യാതൊരു നിയന്ത്രണവും കൂടാതെ, തടസ്സങ്ങളൊന്നുമില്ലാതെ, ബേധടക് ദൗഡ്തി രഹത്തി ദി തടസ്സമില്ലാതെ ഓടിക്കൊണ്ടേയിരുന്നു. അമ്മയാകുന്ന പാലത്തിലൂടെ മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി യാതൊരു തടസ്സവുമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. प्रश्नों के उत्तर लिखो. पुल बनीधि माम कविता का रचयिता कौन है? श्री नरेंद्र पुंडरीक. पुल किसके लिए होता है? പാലം എന്തിനു വേണ്ടിയാണ്? പുൽ ദോ കിനാരോങ്കോ ജോഡനെ കെ ലിയെ ഹോത്താ ഹെ. ഒരു പുഴയുടെ അല്ലെങ്കിൽ ഒരു ജലാശയത്തിൻ്റെ 2 കിനാര തീരം, തീരങ്ങളെ കരകളെ യോജിപ്പിക്കുന്നതാണ് പാലം. മാം കാ പുൽ ബന്നാസെ ആപ്പ് ക്യാ സമജ്തേ ഹെ. അമ്മ പാലമാകുന്നു എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? पुल दो किनारों को जोड़ता है, इसी प्रकार परिवार के सभी बच्चों को प्यार के साथ एकता के साथ रखने में माम का बड़ा हाथ है. നമ്മൾ പറഞ്ഞത് മാം കാ പുൽ ബന്ന സെ ആപ് ക്യാ സമജ്തേ ഹെ. പുൽ ദോ കിനാരോं को जोड़ता है 2 കരകളെ ബന്ധിപ്പിക്കുന്നതാണ് പുൽ, ബ്രിഡ്ജ് പാലം. ഇസി പ്രകാർ ഇതുപോലെ പരിവാർ കെ സഭി ബച്ചോं को വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും കുട്ടികളെയും, പ്യാർ കെ സാത്ത് സ്നേഹത്തോടെ, ഏകതാ കെ സാത്ത് ഐക്യത്തോടെ, രഖ്നേമേം മാം കാ ബഡാ ഹാത്ത് ഹോത്താ ഹെ അമ്മക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. മാം പുൽ കെ സമാൻ ഹെ ക്യോം എന്തുകൊണ്ടാണ് അമ്മ ഒരു പാലത്തിന് സമാനമാണെന്ന് പറയുന്നത്? പുൽ ദോ കിനാരോं को आपस में जोड़ता है 2 കരകളെ ഒന്നിച്ച് യോജിപ്പിക്കുന്നതാണ് പാലം. മാം പുൽ കെ സമാൻ ഹെ അമ്മ ഒരു പാലം പോലെയാണ്. മാം പരിവാർ കെ ഹർ സദസ്യോങ്കോ കുടുംബത്തിലെ
എല്ലാ അംഗങ്ങളെയും ആപ്പസ് മേം ജോഡനെ വാലി തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടി ഹേ, കണ്ണിയാണ്. ഇസ്ലിയെ പുൽ കെ സമാൻ ഹേ. യഹാം പുൽ കിസ്കോ കഹാ ഗയാ ഹെ, ആരെയാണ് ഇവിടെ പാലം എന്ന് പറഞ്ഞിരിക്കുന്നത്? മാംകോ, അമ്മയെ. യഹാം റെയിൽഗാഡി കിസ്ക പ്രതീക് ഹെ, ഇവിടെ തീവണ്ടി ഏതിൻ്റെ പ്രതീകമാണ്? ബച്ചോങ്കി സിന്ദഗി കാ പ്രതീക് ഹെ, കുട്ടികളുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ഇവിടെ റെയിൽഗാഡി എന്ന് പറഞ്ഞിട്ടില്ല, പകരം എന്താ പറഞ്ഞത്? ചുക് ചുക് ചക് ചക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചുക് ചുക് ചക് ചക് എന്നുള്ളത് റെയിൽഗാഡിയുടെ, ട്രെയിനിൻ്റെ, തീവണ്ടിയുടെ ശബ്ദമാണ്. യഹാം ചുക് ചുക് ചക് ചക് കിസ്ക പ്രതീക് ഹെ, यह रेलगाड़ी का प्रतीक है, बच्चों की जिंदगी का प्रतीक है. बिना किसी हरी लाल बत्ती के, यहाँ हरी लाल बत्ती का मतलब क्या है? അല്ലെങ്കിൽ ഹരി ലാൽ ബത്തി ഏതിൻ്റെ പ്രതീകമാണ്, അടയാളമാണ്? रेलगाड़ी को रुकवाने के लिए और आगे चलाने का आदेश देने के लिए, തീവണ്ടിയെ നിർത്തിക്കാനും മുമ്പോട്ട് നീക്കാനുമുള്ള ആദേശ്, ഓർഡർ, ഉത്തരവ് നൽകുന്നത് എങ്ങനെയാണ്? സ്റ്റേഷൻ മാസ്റ്റർ കൊടി കാണിക്കും അല്ലെങ്കിൽ ലൈറ്റ് കാണിക്കും അല്ലേ? റെയിൽഗാഡി കാ നിയന്ത്രൺ കർണേ കെ ലിയേ, തീവണ്ടിയെ നിയന്ത്രിക്കാൻ ഹരി ഔർ ലാൽ ബത്തി കാ ഉപയോഗ കർത്താ ഹെ, പച്ചയും ചുവപ്പും നിറങ്ങളുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നു. മാം രൂപി പുൽപ്പർ സെ ബേട്ടോങ്കി ജിന്ദഗി രൂപി റെയിൽഗാഡി ബേ റോക്ടോക്ക് അർത്ഥാത് ബിനാ കിസി രുക്കാവട്ട് കെ ചൽത്തി രഹത്തി ഹെ. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ മക്കളെ നല്ല രീതിയിൽ സന്തോഷത്തോടെ തമ്മിൽ അടികൂടാതെ അവരെ നിയന്ത്രണങ്ങൾ അധികമില്ലാതെ വളർത്തുന്നു. റെയിൽവേ സ്റ്റേഷൻ മേ ഹരി ലാൽ ബത്തി കിസ്കെ ലിയേ ഹോത്താ ഹെ, എന്തിനാണ് റെയിൽവേ സ്റ്റേഷനിൽ ചുവപ്പും പച്ചയുമായ ലൈറ്റുകൾ? സ്റ്റേഷൻ കോ മേം ഗാഡിയോങ്കെ രുക്കനെ യാ നിക്കലിനെ കാ സങ്കേത്, വണ്ടി നിർത്തണമെങ്കിൽ ചുവന്ന ലൈറ്റ്, അത് പോകണമെങ്കിലോ പുറപ്പെടണമെങ്കിലോ പച്ച ലൈറ്റ് അല്ലേ? അതുകൂടാണ്ട് പച്ചക്കൊടിയും ചുവന്ന കൊടിയും ഒക്കെ ഉണ്ടാവും. ഇസ് ഖണ്ഡ് കാ ആശയ ലിഖേ, അതൊരു ടിപ്പണിക്കെ രൂപമേ ലിഖേ എന്നായിരിക്കും പരീക്ഷയ്ക്ക് വരിക ഈ ഒരു ഖണ്ഡിക തന്നിട്ട്. നരേന്ദ്ര പുണ്ടരീക് की कविता पुल बनी थी माम, पुरानी पीढ़ी के उत्तरदायित्वों से विमुख होती जा रही नई पीढ़ी के व्यवहार की विद्रूपता को रेखांकित करती है. നരേന്ദ്ര പുണ്ടരീകിൻ്റെ ഈ കവിതയിൽ പഴയ തലമുറയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്ന പുതിയ തലമുറയുടെ പെരുമാറ്റത്തിലെ മോശമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. कविता में माम के पुल होने और पुल से बोझल पत्थर होकर टूटने दरकने की अंतर्वेदा को अभिव्यक्त किया गया है. അപ്പോൾ ഇവിടെ അമ്മ ഒരു പാലമാകുന്നതിനെക്കുറിച്ചും ആ പാലത്തിൻ്റെ കനം കൊണ്ട് ഒരു കല്ല് പൊട്ടിത്തകരുന്നതിൻ്റെയും അന്തർവേദനയെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. മാം കെ ലിയേ ബച്ചെ ഹി സബ് കുച്ച് ഹോത്തെ ഹെ, ഒരമ്മക്ക് മക്കളാണ് അവരുടെ എല്ലാം. वह उनके लिए अपना जीवन समर्पित कर देती है. അവർ തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു. माम भाइयों के बीच पुल बनी दी, पुल दो किनारों को आपस में जोड़ता है. माम परिवार के हर सदस्य को आपस में जोड़ने वाली कड़ी है. इस माम रूबी पुल पर से बैठों की जिंदगी रूबी रेलगाड़ी बेर ओक्टोक चलती रहती है. അപ്പോൾ നമ്മൾ ഈ ആദ്യ ഭാഗം എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടുന്ന് മുതൽ ഈ ഒരു ഖണ്ഡിക മാം ഭായിയോं के बीच पुल बनी दी, पुल दो किनारों को आपस में जोड़ता है. माम परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी है. इस माम रूबी पुल पर से बैठों की जिंदगी रूबी रेलगाड़ी बे रोक टोक चलती है. ഇത് അതിൻ്റെ ഒരു ആശയമാണ്, ആദ്യത്തെ 6 വരികളുടെ ആശയമാണ്. അപ്പോൾ അതെങ്കിലും എഴുതണം. ഇതിൻ്റെ ആമുഖമായിട്ട് ആരാണ് കവി, ഈ കവിതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ആശയമെങ്കിലും എഴുതിയാലേ നമുക്ക് 3 മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ.